ഹായ് ഫ്രണ്ട്സ്, സെൻട്രം വ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസത്തിൽ സക്സസ് ആയിട്ട് കൃഷി ചെയ്ത് വിളവെടുക്കാൻ പറ്റുന്ന 10 തരം പച്ചക്കറി ഇനങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. നമുക്ക് ഓണ സമയമാകുമ്പോഴത്തേനും എല്ലാ ആളുകളും ഇപ്പോൾ ചെണ്ടുമല്ലി വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് വിളവെടുത്ത് അത്തപ്പൂ ഇടാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെയ് 15-ാം തീയതി അല്ലെ 16-ാം തീയതി സമയത്ത് നമ്മൾ വിത്ത് പാകുകയാണെങ്കിൽ മാത്രമേ ഏകദേശം വിത്ത് കിളർത്ത് 25-30 ദിവസം ആകും നമ്മൾ പറിച്ചു നടേണ്ട സമയം. അതിനുശേഷം ഒരു 2-2.5 മാസം ആകുമ്പോൾ പൂക്കളും കിട്ടിത്തുടങ്ങും. ഏകദേശം ഒരു 4-5 മാസം വരെ നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാനും പറ്റും. ആ ഒരു കാൽക്കുലേഷനിൽ നമ്മൾ നിർബന്ധമായിട്ടും വിത്ത് പാകേണ്ടത് മെയ് 15-നോട് അടുപ്പിച്ചാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ചെണ്ടുമല്ലിയുടെ വിത്ത് വേണമെങ്കിൽ മഞ്ഞ കളറും ഓറഞ്ച് കളറും വിത്ത് നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ്. നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിലുള്ളത് വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെണ്ടുമല്ലിയുടെ വിത്തുകളാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇട്ടോളൂ, ഞാൻ വിത്തുകൾ അയച്ചു തരാം. അതുപോലെ തന്നെ എല്ലാത്തരം പച്ചക്കറി വിത്തുകളും വെറൈറ്റി ആയിട്ടുള്ളതെല്ലാം ലഭ്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇതിന്റെ കൂടെ കൊടുക്കാം. വാട്സാപ്പിൽ കയറി മെസ്സേജ് ചെയ്ത് കാറ്റലോഗ് നോക്കി നിങ്ങൾക്ക് ഓർഡർ എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഈ സമയത്ത് നല്ല രീതിയിൽ പൂക്കുന്ന ഒരു ഐറ്റമാണ് ഇതിന്റെ നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ട്. പല ആളുകളും കൃഷിയുടെ അടുക്കളത്തോട്ടത്തിൽ ഇതിനെ ഒരു ഭാഗമാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു സംശയമാണ്, ഇതിന് പൂക്കൾ വരുന്നില്ല, വരുന്ന പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു, എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് പറയാണ്. ഇപ്രാവശ്യം നമുക്ക് ആദ്യമേ 2 പൂക്കൾ വന്നു. ആ പൂക്കൾ നമ്മൾ സെൽഫ് പോളിനേഷൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തന്നെ ഇത് ഇത്രയായിട്ടുണ്ട്. അപ്പോൾ ആകെ 2 പൂക്കൾ വന്നിങ്ങനെ നിന്ന സമയത്ത് നമ്മളൊരു ടിപ്പ് പരീക്ഷിച്ചപ്പോഴത്തേൻ്റെ ഒരുപാട് പൂക്കൾ വരുന്നത് കണ്ടോ. അതെന്താ ചെയ്തതെന്ന് വെച്ചാൽ അതേ കണ്ടോ, ഇതിന്റെ അറ്റം മുറിച്ചു വിട്ടേക്കുന്നത് കണ്ടോ. ഇങ്ങനെ അറ്റം പ്രൂൺ ചെയ്ത സമയത്ത് ഇവിടെ 2 പൂക്കൾ വന്നു. ഇതിന്റെ അറ്റം പ്രൂൺ ചെയ്തപ്പം ഇങ്ങനെ വന്നു. അപ്പൊ അപ്പുറത്തെ സൈഡിലെല്ലാം ഉണ്ട് ഇതുപോലെ. അത് കാണിച്ചു തരാം. വേണ്ടേ, കണ്ടോ. അപ്പൊ എല്ലാ സ്ഥലത്തും ഇതുപോലെ പ്രൂൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും 3, 4, 5 പൂക്കളൊക്കെ ഇങ്ങനെ വരും. ഒരുപാട് ഈച്ചകളൊക്കെ ഉണ്ടെങ്കിൽ പോളിനേഷൻ സെൽഫ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, തനിയെ കൈകളായിക്കോളും. എന്നാൽ ഈച്ചകളൊന്നും വരുന്നില്ല, ചൂട് കൂടുതലാണ്, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോ നോക്കി സെൽഫ് പോളിനേഷൻ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പൊ ഇതും ഈ സമയത്താണ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതിന്റെ ഇടയിൽ ഇത് പറഞ്ഞത്. ഇത് അത്യാവശ്യമായിട്ടും നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ 10 ഇനത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ സക്സസ് ആയിരിക്കണമല്ലോ. കാരണം ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴയാണ്. അതിനോട് മുന്നോടിയായിട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നതും എന്നാൽ ആ സമയത്തും മഴ സമയത്ത് നമുക്ക് നന്നായിട്ട് വിളവെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഐറ്റങ്ങൾ തന്നെ ആദ്യം പറയാം. കാരണം നമ്മളെല്ലാം നട്ടുപിടിപ്പിച്ച് വിളവെടുക്കാറാവുമ്പോഴത്തേനും മഴ വന്ന് നമുക്കൊന്നും വിളവെടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന ടൈപ്പിലത്തേത് വെക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഒന്നാമതായിട്ട് പറയട്ടെ, ഇതേ മഴക്കാലത്ത് നല്ല രീതിയിൽ വിളവെടുക്കാം എന്നതുകൊണ്ട് തന്നെ മെയ് മാസത്തിൽ നമുക്ക് നട്ടു വളർത്തി പരിപാലിച്ച് ജൂണിലും ജൂലൈയിലും ഒക്കെ നമുക്ക് നന്നായിട്ട് വിളവെടുക്കാൻ പറ്റുന്നതാണ് പയറ്. അപ്പൊ അത് നിങ്ങൾക്ക് ഈ സമയത്ത് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. എല്ലാത്തരം പയറിന്റെ വിത്തുകൾ 25ഓളം ഇനങ്ങൾ പയറിന്റെ വിത്തുകൾ നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിലുണ്ട് കേട്ടോ. രണ്ടാമതായിട്ട് നമ്മുടെ അടുക്കളയിലേക്ക് എപ്പോഴും അത്യാവശ്യമുള്ളതാണ് പച്ചമുളക്, അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പിലത്തെ മുളകൊക്കെ നമുക്ക് ഇപ്പോഴും വെച്ച് പിടിപ്പിക്കാം. മഴ സമയത്ത് നല്ല രീതിയിൽ വിളവും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും മുളക് വെച്ച് പിടിപ്പിക്കാൻ മറക്കരുത്. അടുത്തത് വെണ്ട. മഴ സമയത്ത് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റുന്നതാണ് വെണ്ട. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇപ്പോൾ കൃഷി ചെയ്താൽ സക്സസ് ആയിട്ട് കിട്ടുന്നതാണ് വെണ്ട. വെണ്ടയിലൊരു പ്രശ്നം കണ്ടോ, ഇല ചുരുട്ടി പുഴു. അപ്പൊ നമ്മള് അതിനെ വന്ന് തന്നെ ഇതുപോലെ ഞെക്കി കൊന്നു നശിപ്പിച്ച് കളയണം കേട്ടോ. അപ്പൊ വെണ്ടയും ഇപ്പോൾ നടാൻ പറ്റുന്ന സമയമാണ്. അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വഴുതന. ഇതേ കണ്ടോ, ഇത് നമ്മുടെ വലിയ വഴുതനയാണ്, ബ്ലാക്ക് ബ്രിഞ്ചാളാണ്. 22 ഇനങ്ങളോളം വഴുതന, വെറൈറ്റി വഴുതനകൾ നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിലുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള വഴുതന വിത്തുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടോ ചീര. ഇത് പച്ചച്ചീരയാണ്. ചീര 20-25 ദിവസം കൊണ്ട് തന്നെ വിളവെടുക്കാം. അതുകൊണ്ട് മഴയ്ക്ക് മുമ്പായിട്ട് നമുക്ക് വിളവെടുത്ത് തീർക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നട്ടാൽ മതിയെ. എല്ലാ തരം ചീരകളും നമുക്കിപ്പോൾ നടാനായിട്ട് പറ്റും. നിർബന്ധമായും ചെയ്യേണ്ട 5 ഇനം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ചോയ്സ് ആണ്. നമുക്ക് കണ്ടു, ഇവിടെ മത്തൻ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. മത്തനാണേലും പടവലമാണെങ്കിലും കുമ്പളം, പീച്ചില്, ചുരയ്ക്ക, ഇതെല്ലാം നമുക്കിപ്പോൾ നടാം. അന്നേരം നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് ആയിരിക്കണം. മഴ സമയത്ത് ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തായിരിക്കില്ല നമ്മൾ നടുന്നത്. അതുപോലെ നല്ല രീതിയിൽ ജൈവവളവും കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നല്ല രീതിയിൽ ഇതിനെയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും.
പിന്നെ പലതരത്തിലുള്ള കുക്കുംബർ. ദേ കണ്ടോ, ഇത് കായീച്ചയുടെ ശല്യാണ്. ആദ്യം ഒരു കുത്ത് കിട്ടി. എന്നാലും ഇത്ര ആയിട്ടുണ്ട്. ആദ്യമേ തന്നെ അതിന് കവറിട്ടില്ല. എന്തായാലും കുത്ത് കിട്ടി. പിന്നെ അതിനെ കവറിടാൻ പോയില്ല. അന്നേരം നമുക്ക് കുക്കുംബറും ഈ സമയത്ത് നടാം. അപ്പൊ ഇപ്പോഴേ നമ്മൾ തൈയൊക്കെ നട്ട് മഴ സമയത്ത് നമുക്ക് ഇതിൽ നിന്നൊക്കെ അത്യാവശ്യം വിളവ് കിട്ടും. അടുത്തതായിട്ട് ദേ ഇത് കണ്ടോ, നമ്മൾ തക്കാളി നട്ടുപിടിപ്പിച്ച് ഇത്രയാക്കിയിട്ടുണ്ട്. തക്കാളി മഴ സമയത്ത് കൂടുതലും സക്സസ് ആകാറില്ല. എന്നാല് നമ്മൾ കുറച്ച് ഷെയ്ഡിലൊക്കെ വെക്കുകയാണെങ്കിൽ നേരിട്ട് മഴ പെയ്യാത്ത സ്ഥലത്ത് നോക്കി നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമുള്ള തക്കാളി വിളവെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇപ്രാവശ്യം ഇതിനെ ചട്ടിയിൽ നട്ടതിന്റെ പ്രധാന കാര്യം അതാണ്. ഇടയ്ക്ക് വലിയ അടമഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഇതിനെ മാറ്റി ഷെയ്ഡിലോട്ട് വെക്കാം. പിന്നെ നമുക്ക് അവിടെ അത്യാവശ്യം രാവിലത്തെ വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം. വെയിലുള്ളപ്പോഴാണല്ലോ പൂക്കൾ നന്നായിട്ട് വരികയും കായകൾ കിട്ടുകയും ചെയ്യുന്നത്. അപ്പം വെയിലും വേണം, എന്നാലും മഴ നേരിട്ട് പതിക്കുകയും ചെയ്യാതെ നമ്മളുടെ വീടിന്റെ പ്ലേസ് നോക്കി ഇതിനെ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്ന തക്കാളികൾ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇഞ്ചി, മഞ്ഞള്, ചേന, കപ്പ ഇതൊക്കെ നമുക്കിപ്പോൾ നടാൻ പറ്റുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഏകദേശം മെയ് മാസത്തിൽ നടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആദ്യം പറഞ്ഞ 5 എണ്ണം ഒന്നും ചെയ്തില്ലെങ്കിലും ആ 5 എണ്ണം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. കാരണം മഴയെയും വെയിലിനെയും എല്ലാം അതിജീവിച്ച് എല്ലാ സമയത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിലോട്ട് വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻട്രം ഓൺലൈൻ സ്റ്റോറിൽ കയറി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.